नमस्ते, सबको स्वागत। पिछली कक्षा में गगन गिल की इस तरह नामक कविता की कुछ भाग पढ़ा। അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഗഗൻ ഗില്ല് ഇസ്തരഹ് എന്ന് പറയുന്ന ഇപ്രകാരം ഇവിടെ യാത്രകൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, യാത്രയുടെ ഇടയിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ആ ഭയപ്പെടൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര അവിടുന്ന് ആരംഭിക്കേണ്ട ഒരു ശുഭ ആരംഭം. അപ്പോൾ ഇടയിൽ വെച്ച് നമ്മുടെ മുന്നിൽ തടസ്സങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചു പോരുകയല്ല, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കവി അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യം ഇതാണ്. അതായത് കവിയത്രി अपने जीवन में अनुभव और प्रतीत का वर्णन करते हैं. हम अपने जीवन में आगे बढ़ते समय कभी कभी पत्थर से पैर टकराना स्वाभाविक है. पत्थर की बजाय यात्री भी लुढ़क कर नीचे गिर जाना भी संभव है, इसकी संभावना है. ये हमारा प्रतीति है. कभी कभी बाधा के रूप में पत्थर रास्ते में दिखाई देता है. जीवन की ऐसी हालत को पार कर आगे बढ़ना जीवन रूपी यात्रा का शुभ आरंभ है. हमारे लक्ष्य की ओर जाना चाहिए. हम मृत्यु तक आगे बढ़ना चाहिए. ഇവിടെ यात्राएं इस तरह शुरू होती है. यात्रा करते समय आपके पैर एक पत्थर से टकराकर वह पत्थर नीचे घाटी में गिर जाता है. उस समय आप एक पल के लिए परेशान रह जाते हैं या निश्चल होते हैं. उस समय आगे की रास्ता नहीं दिखती है. रास्ते के बजाय नीचे घाटी में नदी दिखती है. पहले नदी देखते समय वह बहुत सुंदर था, लेकिन अब वह नदी सुंदर नहीं, भयानक प्रतीत है. क्योंकि नीचे गिरते तो मृत्यु भी संभव हो सकता है. അപ്പോൾ നമുക്കൊരു പേടിയുണ്ട്. ആ പേടിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ കാണുന്ന നദി എന്ന് പറയുന്നത്, നമുക്ക് നദി എന്ന് പറയുന്നത് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്, വെള്ളം ഒഴുകുന്നതൊക്കെ കാണുന്നതാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ നദിയുടെ സൗന്ദര്യം നമ്മൾ കാണുന്നില്ല. നേരെ മറിച്ച് അത് ഭയാനകമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മൾ താഴെ വീണിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ഒന്നുകിൽ മരണം സംഭവിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ചടായി രഹേ ഹോത്തേ ഹേ, നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉസ് സമയം ഇവിടെ പറയുന്നുണ്ട് हवा का दबाव तोड़ देता है और सांस लेना मुश्किल हो जाता है. അപ്പോൾ അവിടെ പെട്ടെന്ന് പ്രഷർ അവിടെ ഇല്ലാതെ ഒന്ന് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. ആ സമയത്ത് ഇവിടെ പറയുന്ന ദിൽ കാ ദക് തക് ആവാസ് അല്ലെ ദിൽ ദക് കർക്കെ धड़कता है. ये हृदय हमें लगता है वह सीने से बाहर निकल आता है. അപ്പോൾ അത് ആ നെഞ്ചും കൂടെ പിളർന്ന ഹൃദയം പുറത്തേക്ക് വരുമ്പോൾ തോന്നുന്നു. അതേപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അവിടെ കൂടുന്നു എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ പരിഭ്രമിച്ച് കഴിഞ്ഞാൽ പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. അതുപോലെ ആങ്കോं के आगे काली धुंध फैल जाती है. ആകെ ഇരുട്ട് മൂടിയതുപോലെ മുന്നിലെ വഴി നമ്മൾ കാണുന്നില്ല. कुछ भी नहीं दिखाई देती है, रास्ता नहीं दिखाई देती है. आंखों के आगे काली धुंध फैल जाती है. അത് ആകെ ഇരുട്ട്, ഒരു മൂടൽമഞ്ഞ്, കറുത്ത പുക നിറയുന്നത് പോലെ അല്ലെങ്കിൽ ഇരുട്ട് നിറയുന്നതായിട്ട് നമുക്ക് തോന്നാണ്. കുച്ച് സമച്ച് നഹീം ബാത്തേ ഹേ യഹാം ഊപ്പർ ചടേ യാ നീച്ചേ ജായേ. മുകളിലേക്ക് കയറണോ ഇനി അതോ താഴേക്ക് ഇറങ്ങണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിച്ച് നിൽക്കേണ്ടതായിട്ട് കൺഫ്യൂഷനായിട്ട് മാറുന്നു. അതുവരെയാണ് നമ്മളെടുത്തത്. നെക്സ്റ്റ് की तभी चट्टान में से झांकते हैं नन्हे नीले फूल. उड़ जाती है एक तितली छूकर आपकी बाह. घास उड़ाती है हल्के से अपना सिर
आप मुस्कुराते हैं हौले से और देखते हैं आप ही नहीं हैं प्रकृति में अकेले एकांत में मुस्काने वाले. ഇപ്പോൾ ഇവിടെ പറയണത് കി തബി ചട്ടാൻ മേംസെ ജാങ്തേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഭയപ്പെട്ട് നമ്മുടെ മുന്നിൽ ഒന്നും കാണുന്നില്ല, കുറച്ച് നേരത്തേക്ക് നമ്മൾ കണ്ണിൽ ഇരുട്ട് കയറാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല, കാരണം അത്രയും പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. എല്ലാം എന്താ പറയുക, സബ്ദൃശ്യ ഹി ഹോന സ്വാഭാവിക ഹെ. ആഗോം കെ ആകെ സെ സബ് ഗായബ് ഹോ ജാത്തെ ഹെ. എല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാവും, ഒന്നും കാണാൻ പറ്റുന്നില്ല. കി തബി ചട്ടാൻ മേം സേ ജാങ്തേ ഹെ. ആ സമയത്ത് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ജാങ്തേ ഹെ എത്തി നോക്കുകയാണ്. ആരാണ് എത്തി നോക്കുന്നത്? നന്നെ നീലെ ഫൂൾ. നന്നെ എന്ന് പറഞ്ഞാൽ സ്മോൾ, ചെറിയ നീലപ്പൂക്കൾ ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി എത്തി നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സമയം പ്രകൃതി അവിടെ സ്വസ്ഥർ സുന്ദർ രഹി ഹെ. അതായത് നമ്മൾ ഭയഭീത് ഹോത്തേ ഉസ് സമയ മേ ബി ശബ്ദ ദൃശ്യൻ ഹോ ജാത്താ ഹെ. ये स्वाभाविक है, लेकिन उस समय में भी प्रकृति स्वस्थ और सुंदर रही है. എങ്കിലും ആ സമയത്ത് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്, വളരെ സുന്ദരമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഉസ് സമയത്ത് അബി ചട്ടാനം കെ ബീച്ച് സെ ചോട്ടെ ചോട്ടെ നീലെ ഫൂൽ ജാങ്തേ ഹെ. ചെറിയ നീലപ്പൂക്കൾ നമ്മളതിനെ എത്തി നോക്കുന്നതായിട്ട് കാണാം. ഉഡ് ജാത്തി ഹേ തിത്ലി ചൂക്കർ അപ്കി ബാഹ്. തിത്ലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നു? ഉഡ് ജാത്തി ഹേ, പൂമ്പാറ്റകൾ പറക്കുന്നത് കാണാം. ചൂക്കർ ആപ്കി ബാഹ്, അതായത് ആപ്കി ഹാത്തോം സേ ചൂക്കർ, കൈയിനെ തൊട്ടുകൊണ്ട് എന്ത് പറന്നു പോകുന്നു? തിത്തലി ഉഡ് ജാത്തി. ഹാത്തോം കോ ചൂക്കർ, ഹാത്തോം സേ നഹി, ഹാത്തോം കോ ചൂക്കർ യേ തിത്തലി ഉഡ് ജാത്തി ഹേ. ആ സമയത്താണ് നമ്മളിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കാണുന്നത്, ആ പരിഭ്രമം മാറിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ നോക്കുന്നതിടയിൽ കാണാം പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടി ചെറിയ നീലപ്പൂക്കൾ എത്തി നോക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ കൈകളെ സ്പർശിച്ചുകൊണ്ട്, ചൂക്കർ എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, തൊട്ടുകൊണ്ട്, ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ തൊട്ടുകൊണ്ട് ആപ്കി ഹാത്തോം കോ ചൂക്കർ ഏക് തിത്തലി ഉഡ് ജാത്തി ഹെ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. നമ്മളെ കയ്യിൽ സ്പർശിച്ചുകൊണ്ടാണിത് പറന്നു പോകുന്നത്. അതുമാത്രമല്ല ഘാസ് ഉടാത്തി ഹെ ഹൽക്കേ സെ അപ്നാ സിർ. ഇതിനിടയിൽ ഘാസ് എന്ന് പറഞ്ഞാൽ ഗ്രാസ്, പുല്ലെന്ത് ചെയ്യുന്നു? ഹൽക്കേ സേ അപ്നാ സിർ ഉടാത്തി ഹേ, പതുക്കെ അതിൻ്റെ തല ഉയർത്തുക. ആ ചെറിയ കാറ്റിൽ ഈ പുല്ല് കിടന്ന് ഇങ്ങനെ തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ കാറ്റിൽ ഇളകിക്കൊണ്ടിരിക്കുക. ഘാസ് അപ്നാ സിർ ഹൽക്കേ സെ ഉടാത്തി ഹേ, പുല്ല് പതുക്കെ അതിൻ്റെ തലയൊന്ന് ഉയർത്തി നോക്കുന്നു. ആ മുസ്കുരാത്തെ ഹേ ഹൗലെ സേ, ഹൗലെ എന്ന് പറഞ്ഞാൽ സ്ലോലി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ബി മുസ്കുരാത്തെ ഹേ, നമ്മളും പുഞ്ചിരിക്കുകയാണ്. ഹൗലെ സേ സ്ലോലി, പതുക്കെ നമ്മളും പുഞ്ചിരി. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ പേടി മാറി നമുക്ക് തോന്നുകയാണ് നമ്മുടെ ചുറ്റും പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, ഒരു പ്രതീതി നമുക്കുണ്ടാവുകയാണ്. അഖേലാപ്പൻ, അതായത് ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നു. അവിടെ പാറക്കെട്ടുകളുടെ കൂടി പൂക്കൾ കാണാനുണ്ട്, പൂമ്പാറ്റയെ കാണാനുണ്ട്, പുല്ലിനെ കാണാനുണ്ട്, അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. ആ സമയത്ത് ഹൗലേസേ ധീരേസേ ആ മുസ്കുരാത്തെ ഹേ, പതുക്കെ നമ്മളൊന്ന് പുഞ്ചിരിക്കുകയാണ്. और देखते हैं आप ही नहीं है प्रकृति में अकेले एकांत में मुस्काने वाले. അപ്പോൾ അവർ देखते हैं, നമ്മൾ എന്താണ് കാണുന്നത്? आप ही नहीं है प्रकृति में अकेले. ഇപ്പോൾ നമ്മൾ പ്രകൃതി മേ അക്കേലെ ആപ് ഹി നഹി ഹേ, ഈ പ്രകൃതിയിലെ താങ്കൾ മാത്രമല്ല ഒറ്റയ്ക്ക്, നിങ്ങൾ മാത്രമല്ല ഒറ്റയ്ക്കുള്ളത് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അവർ ദേഖ്തേ ഹേ ആപ് അക്കേലെ നഹി ഹേ, ഒറ്റയ്ക്കല്ല എന്നുള്ളത് മനസ്സിലാവണം. കാരണം ചുറ്റും എന്തുണ്ട്? ഇവിടെ നമ്മൾ എന്തെല്ലാം കണ്ടത്? നന്നെ നീലെ ഫൂലുണ്ട്, തിത്തലിയുണ്ട്, അതുപോലെ ഘാസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചുറ്റുണ്ട്, പ്രകൃതി നമ്മൾ കൂടെയുണ്ട്. പ്രകൃതി മേ അക്കേലെ ഹി നഹി ഹേ അവർ ദേഖ്തേ ഹേ, പറയണത് നമ്മൾ കാണുന്നു പ്രകൃതി നമ്മൾ ഒറ്റയ്ക്കല്ല. ഏകാന്തമേ മുസ്കാനെ വാലേ, അപ്പോൾ ഏകാന്തതയിൽ പുഞ്ചിരിക്കുന്നവർ ഒറ്റയ്ക്കല്ല, നമ്മുടെ ചുറ്റും പ്രകൃതിക്ക് സബ് ചീസേ ഹമാരെ സാഥേ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ കവിയത്തിലൂടെ പറയണ
प्रकृति में अकेले रहने वाले फूल मुस्कुराता है, तितलियाँ मुस्कुराती है, बच्चे मुस्कुराते हैं. ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൽക്കേസെ ഇവിടെ ഈ സമയം ആപത്തി ദൂർ ഹോനെ കാ അനുമാൻ കർണേസെ, ഇവിടെ ആപത്ത് ഒഴിഞ്ഞു പോയി എന്നുള്ള ഒരു സന്തോഷം വരുമ്പോൾ ഇവിടെ ഈ പല കാര്യങ്ങളും നമ്മൾ കാണുന്നു. चट्टानों के बीच से छोटे तितली, छोटे नीले फूल झांकते हैं. वहीं से आपके हाथों को छूकर एक तितली उड़ जाता है और हवा में घास अपना सिर हल्के से उड़ाती है. उस समय आपत्ति दूर होने का अनुमान करती है. സമയത്ത് നമുക്ക് തോന്നാണ് ആപത്ത് ഒഴിഞ്ഞു പോയി, അപകടം ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നു. ഉസ് സമയം ആ ബി ധീരെ സെ മുസ്കുരാത്തെ ഹെ, ആ സമയത്ത് താങ്കളും പതുക്കെ ഒന്ന് പുഞ്ചിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കാണുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നാണ് പ്രകൃതിമേ അക്കേലെ നഹി ഹം അക്കേലെ നഹി, നമ്മൾ പ്രകൃതിയിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ വരെയാണ്. और देखते हैं प्रकृति में अकेले एकांत में मुस्कुराने वाले आपकी नहीं है. ഈ പ്രകൃതിയിലെ ഒറ്റയ്ക്ക് പുഞ്ചിരിക്കുന്നവർ, അതായത് ഒരാൾ മാത്രമല്ല പ്രകൃതിയിലുള്ളൂ, നമ്മുടെ ചുറ്റും എന്തുണ്ടെന്ന് പറയുന്നത് പക്ഷികളും അതുപോലെ തന്നെ ചെടികളും എല്ലാം നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ആ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാവുന്നു. അപ്പോൾ നെക്സ്റ്റ് പറയുന്നതാണ് फूल है और तितलियाँ और बच्चे बहुत बूढ़े हो गए, समय के उस पार चले गए कुछ लोग, सब मुस्कुरा रहे हैं अकेले अकेले ठीक इस वक्त. सब चलते हैं अकेले, रुकते हैं, मुड़ते हैं, पता ही नहीं चलता उन्हें अकेले नहीं वे, जब तक छू न जाए उन्हें तितली का पंख. इस तरह शुरू होती है यात्राएं. വീണ്ടും പ്രകൃതി ഇവിടെ പറയാണ് फूल है और तितलियाँ और बच्चे बहुत बूढ़े हो गए, समय के उस पार चले गए कुछ लोग. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഏകാന്ത് മേ മുസ്കാനെ വാലെ ആപ് ഹി നഹി ഹേ യഹാം ഫൂൽ ഹേ, മുസ്കാനെ വാലെ മുസ്കുരാനെ വാലെ ഫൂൽ ഹേ, തിത്ലിയാം ഹേ और बच्चे ഹേ. പൂക്കളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, കുട്ടികളുണ്ട്. വീണ്ടും പറയുന്നുണ്ട് സമയക്ക് ഉസ് പാർ ചലേ ഗയേ കുച്ച് ലോഗ്, അതായത് കാലത്തിനൊത്ത് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, കുട്ടികളായിരുന്നു അവരെല്ലാവരും. ആരെ ബഹുത്ത് ബൂഢേ ഹോകെ, പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ കുട്ടികൾ മാത്രം, പൂക്കളും പൂമ്പാറ്റകളും കുട്ടികളും മാത്രമല്ല പ്രായമായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിമേ അഖേലമേ മുസ്കുരാനെ വാലെ ഫൂൽ തിത്ലിയാം और बच्चे हैं और साथ ही समय के उस पर चले गए कुछ लोग भी हैं, വേ ലോഗ് ബഹുത്ത് ബൂഢേ ഹോ ഗയേ. അപ്പോൾ പ്രകൃതിയിൽ കാലത്തിനൊത്ത, അതായത് ഓരോ കാലം കഴിയുമ്പോൾ കുട്ടികൾ വളർന്നു, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും അവർ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രായമായ ആളുകളും ഇതിൽ പുഞ്ചിരിക്കുന്നവരായിട്ട് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്കല്ല, പ്രകൃതിയിൽ ആരും ഒറ്റയ്ക്കല്ല എന്നാണ് പറയുന്നത്. സബ് മുസ്കുരാ രഹേ ഹേ അക്കേലെ അക്കേലെ ടിക് ഇസ് വക്ത്, സബ് ലോഗ് മുസ്കുരാ രഹേ ഹേ अकेले अकेले मुस्कुरा रहे हैं ठीक इस समय पर. അപ്പോൾ പറയുന്നതാണ്, അതായത് ഇവിടെ अकेले होने के ऐसे समय पर मुस्कुराते हैं यहाँ आगे बढ़ना या ഇവിടെ പറയുന്നുണ്ട് നമ്മൾ സമയത്തിനൊത്ത്, അതായത് കാലത്തിനൊത്ത് നമ്മൾ മുന്നേറണം എന്നാണ് പറയുന്നത്. സബ് ചലത്തെ ഹേ അക്കേലെ, ഇനി ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. സബ് അക്കേലെ ചലത്തെ ഹേ, എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? രുക്തേ ഹേ മുർത്തേ ഹേ, അവരിടയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒറ്റയ്ക്ക് പോകുന്നതിനിടയിൽ നമുക്ക് പലപ്പോഴും പല തടസ്സങ്ങളുടെ മുന്നിൽ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ജീവിതയാത്രയിൽ ഇടയിൽ നമുക്ക് നിൽക്കേണ്ടി വരുന്നുണ്ട്. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ മുർത്തേഹേ തിരിയേണ്ടതായിട്ട് വരുന്നുണ്ട്, ടേൺ ചെയ്യുക, അപ്പോൾ പിന്തിരിയേണ്ടതായിട്ട് വരുന്നുണ്ട്, അങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരും, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. അവിടെ നിന്നു പോയി അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര അവിടെ തുടരുന്നില്ല. വീണ്ടും നമ്മൾ യാത്ര
വീണ്ടും നിർത്തിയെടുത്ത് നമ്മൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യാത്രകൾ അങ്ങനെയാണ് ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് തബ് ആകെ പഠനയ പുണ്യ ഉനെ മാലുനഹിഹെ, അതായത് അവിടെ മുന്നിലേക്ക് പോകണോ അതുപോലെ തന്നെ ഇടയിൽ നിൽക്കുക, ഇതൊന്നും നമുക്ക് അറിയുന്നില്ല. ഇവിടെ പറയുന്നുണ്ട് പത്താഹി നഹീൻ ചലത്ത ഉനെ അഖേലെ നഹീ വേ ജബ് തക് ചൂ ന ജായെ ഉനെ തിത്ലി കാ പങ്ക്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പത്താഹി നഹീൻ ചലത്ത ഉനെ പത്താഹി നഹീൻ ചലത്ത, അവരറിയുന്നില്ല. വേ അഖേലെ നഹീം, അവരൊറ്റയ്ക്കാണെന്നുള്ള കാര്യം അറിയുന്നില്ല. എപ്പോഴാണ് ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം അറിയുന്നത്? എപ്പോഴാണെന്ന് പറയുന്നത്, ജബ് തക് ചൂ ന ജായെ ഉനെ തിത്ലി കാ പങ്ക്, അതായത് തിത്ലി കാ പങ്ക് ജബ് തക് ചൂ ന ജായെ, ഈ പൂമ്പാറ്റയുടെ ചിറക് കൈകളിൽ സ്പർശിച്ചു എന്ന് പറയുന്നുണ്ട്. തിത്ലി കാ സ്പർശ് ഉൻകെ അഖേലാപ്പൻ കാ മനോഭാവ് ദൂർ കർത്താ ഹേ, അവിടെ ആരുമില്ല എന്നുള്ള ചിന്ത, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത അവിടെ ഇല്ലാതാക്കുന്നത് ആ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനമാണ്. ആ ഒരു മനോഭാവം, ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു മനോഭാവം, ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് അപ്പന ന ജാൻതേ ബി പ്രകൃതി സാത്ത് ഹേ, അതുമാത്രമല്ല പ്രകൃതി പോലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അതുവരെ അറിയുന്നില്ല. ഇതിൻ്റെ സ്പർശനം കൊണ്ട് മാത്രമാണ്, പൂക്കളെ കാണുന്നുണ്ട്, പൂമ്പാറ്റകളെ കാണുന്നുണ്ട്, പക്ഷേ പൂമ്പാറ്റയുടെ സ്പർശനം കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇസ് ധർത്തി മേ ഹം അഖേലെ നഹി, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ചിന്ത അവിടെ വരുന്നത്. ജബ് തക് ചൂ ന ജായേ, എപ്പോഴാണത് അതിൻ്റെ സ്പർശനം ഉണ്ടാവുന്നത്? ഉണ്ടാവാതിരിക്കുന്നവരെ തിരിച്ചറിയുന്നില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ, സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് തിത്ലിക്ക പങ്ക് കെ സ്പർശ സേ ചൂനെ സേ മാലൂം ഹോത്താ ഹേ വേ അഖേലെ നഹീം. ആ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ ഇവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇസ് തര യാത്രയെ ശുരു ഹോത്തി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യാത്രകളിവിടെ ആരംഭിക്കുന്നത്. ഇവിടെ അത് തൊടുമ്പോഴാണ് നമുക്ക് ഒയ് ബി അഖേല നഹി എന്നുള്ള ചിന്ത വരുന്നത്. ഹം സബ് അഖേല നഹി ഹമാരെ സാത്ത് പ്രകൃതി ബി ഹേ, പ്രകൃതിക്ക് സബ് ചീസേ ഹമാരെ സാത്ത് ഹേ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ സമയത്താണ്. ഇസ് തര യാത്രയെ ശുരു ഹോത്തി ഹേ, ഇങ്ങനെയാണ് നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ നമുക്ക് പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മളെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല, ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലാണത്, ഭയപ്പെടുത്തുന്നൊരു തോന്നലായിട്ട്. അപ്പോൾ ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് തട്ടി താഴെ വീണിരുന്നുവെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? ആ ഒരു ചിന്ത. ആ കാണുന്ന താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു നദിയാണ്. ഇപ്പം നീന്താൻ അറിയില്ല, താഴെ വീണു, നദിയിൽ വീണു, മരണം സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പെട്ടെന്നൊരു ആന്തലാൽ നമ്മുടെ ഉള്ളിലൊരു ഭയം നമ്മുടെ ഉള്ളിൽ കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് നമുക്ക് മുന്നിലുള്ള വസ്തുക്കൾ വഴി പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പിന്നീട് നമ്മുടെ പിന്നെ നമ്മൾ കാണുമ്പോൾ പൂക്കളെ കാണുന്നു, പൂമ്പാറ്റകളെ കാണുന്നു, പ്രകൃതിയിലെ ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണുന്നു, നമ്മുടെ ചുറ്റും ഇതെല്ലാം ഉണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ കയറിക്കൂടുന്നു. അങ്ങനെ യാത്ര വീണ്ടും അവിടെ ഇപ്രകാരം ഇസ്തര യാത്രയെ ശുരു ഹോത്തി ഹേ, ഇങ്ങനെയാണ് യാത്രകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത കുറച്ച് കവിതയുടെ കുറച്ച് ഭാഗം നമ്മളെടുത്തു, ഒന്നുകൂടി നോക്കാം, അതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഇവിടെ പറയാണ് കി തബി ചട്ടാൻ മേംസെ ജാങ്തെ, ഇവിടെ ആരൊക്കെയാണ് കൂടെയുള്ളതെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹമാരെ ആംഗം കെ സാമനെ ആംഗം കെ ആँखें अंधकार फैल जाती है, उस समय कुछ नहीं समझ पाते, यहाँ ऊपर चढ़े या नीचे जाए, മുകളിലേക്ക് കയറണോ താഴേക്ക് ഇറങ്ങണോ എന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ കൺഫ്യൂഷനായിട്ട് അവിടെ കിടക്കണം. ആ സമയത്ത് അതാണ് പറയുന്നത്, മൻ ഭയഭീത് ഹോത്തെ സമയ സബ് ദൃശ്യഹീൻ ഹോന സ്വാഭാവിക് है, हमारे आँखों के सामने सब कुछ गायब हो जाते हैं, लेकिन उस समय में भी प्रकृति स्वस्थ और सुंदर है. പക്ഷെ ആ സമയത്തും പ്രകൃതി എന്ന് പറയുന്നത് സ്വസ്ഥമാണ്,
അതുപോലെ തന്നെ സുന്ദരമാണെന്നാണ് പറയുന്നത്. उस समय चट्टानों के बीच से एक छोटे नन्हे फूल छोटे या नन्हे नीले फूल झांकते हैं. പൂവ് തലനീട്ടി നോക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ एक तितली आपकी हाथों को छूकर स्पर्श कर उड़ जाती है. നിങ്ങളുടെ കൈകളിൽ തട്ടിക്കൊണ്ട് തൊട്ടുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഉള്ളിൽ തോന്നുകയാണ് നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന്. വീണ്ടും നമ്മൾ പറയുന്നുണ്ട് एक छोटा घास अपना सिर हल्के से उड़ाती है. അത് ഒരു ചെറിയൊരു എന്താ പറയുക പുല്ല് അത് തല ഉയർത്തി നോക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിൽ ചെറിയ കാറ്റുണ്ടായാൽ മതി പുൽനാമ്പുകളൊക്കെ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രകൃതിയിൽ വരുന്ന ആ മാറ്റം, അപ്പോൾ പ്രകൃതിയിലെ ആ കാര്യങ്ങൾ കാണുമ്പോൾ ആപ് ധീരെ സേ മുസ്കുരാത്തേ ഹേ. താങ്കളൊന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. കാരണം പുഞ്ചിരിക്കാൻ കാരണം എന്താണ്? ഈ സമയ ആപത്തി ദൂർ ഹോനെ കാ അനുമാൻ ഹോത്തെ ഹേ. അല്ലെങ്കിൽ ആപത്തി ദൂർ ഹോനെ കാ അന്ദാസ പ്രതീത് होने के कारण आप धीरे से मुस्कुराते हैं. ഖതര യാ ആപത്തി. അപ്പോൾ ആ ആപത്ത്, ഡേഞ്ചർ, അത് അവിടെ നിന്ന് അകന്നു, അപകടം മാറി എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ, അങ്ങനെ ഒരു ഊഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പതുക്കെ നമുക്കൊരു പുഞ്ചിരി വരികയാണ്, രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത. और देखते हैं प्रकृति में अकेले एकांत में मुस्कुराने वाले आप ही नहीं हैं. അപ്പോൾ നമ്മൾ കാണുകയാണ് ഈ പ്രകൃതിയിലെ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പുഞ്ചിരിക്കുന്ന ആൾ താങ്കൾ മാത്രമല്ല, കൂടെ ആരൊക്കെയുണ്ട്? ഫൂലുണ്ട്, തിത്തിലിയുണ്ട്, ഘാസ്. ഇതെല്ലാം പ്രകൃതിയിലുള്ളതാണ്. ഇതെല്ലാം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ പ്രകടമാവുകയാണ്. വീണ്ടും നമ്മൾ പറയണേ, ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഫൂൽ ഹിയർ തിത്തിലിയാൻ ബച്ചെ. അത് പറയുന്നുണ്ട് कवित्री का मानना है प्रकृति में अकेले रखने वाले फूल मुस्कुराता है, तितलियाँ मुस्कुराती है, बच्चे मुस्कुराते हैं. उसके साथ ही അതോടൊപ്പം തന്നെ സമയക്ക് ഉസ് പാർ ചലേ ഗയേ കുച്ച് ലോഗ്, കാലത്തിനപ്പുറത്തേക്ക് കടന്നു പോയിട്ടുള്ള കുറച്ച് ആളുകൾ. വേ അബ് ബൂഢേ ഹോ ഗയേ വേ ബി മുസ്കുരാത്തേ ഹേ. ഇപ്പോൾ എല്ലാവരും സബ് ലോഗ് മുസ്കുരാത്തേ ഹേ. ഇപ്പോൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാം, ചെടികളായാലും മരങ്ങളായാലും പൂമ്പാറ്റകളായാലും പക്ഷികളായാലും കുട്ടികളായാലും എല്ലാവരും അക്കേലെ അക്കേലെ ടേക്ക് ഇസ് സമയ പർ അക്കേലെ അക്കേലെ രഹത്തെ ഹേ और सब लोग मुस्कुराते हैं. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ അക്കേലെ ഹോനയ്ക്ക് കാരൻ ഐസേ സമയ പർ വേ മുസ്കുരാത്തെ ഹേ. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആ പേടി മാറിക്കഴിഞ്ഞാൽ, ഭയം മാറിക്കഴിഞ്ഞാൽ അവർ പുഞ്ചിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നുണ്ട് सब चलते हैं अकेले रुकते हैं मुड़ते हैं. सब लोग अकेले चलते हैं रुकते हैं और मुड़ते हैं. നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, ഇടയിൽ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. അവർ മുട്ടേഹെ, നമുക്ക് പലപ്പോഴും തിരിയേണ്ടതായിട്ടും വരുന്നുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും നമ്മുടെ യാത്രകൾ അവിടുന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിത്ലി കാ പങ്ക് കെ സ്പർശ സെ മാലൂം ഹോത്താ ഹേ കി കോയി ബി അക്കേല നഹീം. അപ്പോൾ ആ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സബ് അക്കേലെ ചലത്തെ ഹേ രുക്തേ ഹേ ഓർ മുടുത്തേ ഹേ. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് പോകുന്നുണ്ട്, ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, ഇടയ്ക്ക് നമ്മൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാരും ഒറ്റയ്ക്കല്ല എന്നുള്ളത് ആ ഒരു പൂമ്പാറ്റയുടെ സ്പർശനം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പത്താഹി നഹീം ചലത്ത ഉനെ അഖേല നഹീ ബി തബ് തക് ചൂ ന ജായേ ഉനെ തിത്ലിക്ക പങ്ക്. അത് ആ സ്പർശനം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇവിടെ പറയണ എനിക്ക് അഖേല പൻക മനോഭാവ് യഹാം ദൂർ കർത്താ ഹേ.
തിത്ലി കാ പങ്ക് കെ സ്പർശ സെ. എങ്ങനെയാണ് അവിടെ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു മനോഭാവം അവിടെ ഇല്ലാതാവുന്നത് എങ്ങനെയാണ് ചോദിക്കാം. എങ്ങനെയാണ് തിത്ലി കാ പങ്ക് കെ സ്പർശ സെ, ആ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ സ്പർശനം കൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അവിടെ പ്രകൃതിക്ക് സബ് ചീസേം ഹമാരെ സാത്ത് ഹി ഹേ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ കൂടെയുണ്ട്. ഇസ് തര ഹമാരി യാത്രയെ ശുരു ഹോത്തി, ഇങ്ങനെയാണ് നമ്മുടെ യാത്രകളിവിടെ ആരംഭിക്കുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പ്രതിസന്ധികളുണ്ടാവും, പല തടസ്സങ്ങളുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പിന്തിരിയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ആകെ ബട്ന ചാഹിയേ, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കല്ല് തട്ടി അല്ലെങ്കിൽ ഒരു മുള്ളു കുത്തി, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങൾ നമ്മൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറണം. അപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലായാലും ഏത് മേഖല എടുത്തായാലും നമ്മൾ ഇടയിൽ വെച്ച് അത് നിർത്തുകയല്ല വേണ്ട. നമ്മൾ ഒരിക്കൽ ചിലപ്പോൾ പരാജയം സംഭവിക്കാം, നമ്മുടെ ജീവിതമാണ്. അത് വിചാരിച്ച് നമ്മൾ തിരിഞ്ഞ് പോരുകയല്ല വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യം എന്താണോ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നമ്മൾ എവിടെ വരെ എത്തണം, നമ്മുടെ ലക്ഷ്യം ഉള്ളിലുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കണം. എവിടെയാണോ നിർത്തിയത് അവിടുന്ന് നമ്മളെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവയിത്രി ഇതിൽ പറയുന്നത് ഇസ്തരഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്രകാരമാണ് നമ്മുടെ യാത്രകൾ ആരംഭിക്കേണ്ടതെന്നാണ് പറയുന്നത്. അല്ലാതെ ഇടയിൽ വെച്ചെന്ന് ഒരു കല്ല് തട്ടി വീഴാൻ പോയി തിരിഞ്ഞ് വീട്ടിൽ പോരല്ല ചെയ്യുന്നത്. വീണ്ടും നമ്മൾ മുന്നേറുക. ഒരു മല കയറുന്നവർ, കൊടുമുടികൾ കീഴടക്കുന്നവർ, അവർ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, അതെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവർ മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. നെക്സ്റ്റ് കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.